സഹായം അധികമില്ലാതെ പ്യുവറായിട്ട് ഈജിപ്ഷ്യൻസിന്റെ സഹായത്തോടു കൂടിയാണ് സ്ഥാപനം. അപ്പൊ എന്തായാലും അതിന് അദ്ദേഹത്തെ സഹായിച്ചത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അറിവ് തന്നെയാണ്, അദ്ദേഹത്തിന്റെ ലാംഗ്വേജിലുള്ള കപ്പാസിറ്റി തന്നെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തി എടുക്കേണ്ട നമ്മൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. അത് ഉപയോഗപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ശ്രമിക്കണം എന്നുള്ളത്. അസ്സലാമു അലൈക്കും സാറേ, കേൾക്കുന്നുണ്ട്? വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളെ കുട്ടികളെ കാണുന്നില്ലേ? ഓ, കാണുന്നുണ്ട്. അൽഹംദുലില്ലാ. എവിടെയാണ് ദുബൈയില്? ദുബൈയില് കറാമ അടുത്താണ്. കറാമയില്. അപ്പൊ നല്ല ആ വാക്കിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയുള്ള ക്ലാസ് നയിക്കാൻ നാഥനായ റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. ക്ലാസ്സിലേക്ക് ഞാൻ ഇൻട്രൊഡക്ഷൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ക്ലാസ്സിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യാം. ഷാഫി ഉസ്താദ് സംസാരിക്കണോ അല്ലെ ഞാൻ ക്ലാസ് തുടങ്ങണോ? ഇനി തുടങ്ങാം, ക്ലാസ് തുടങ്ങാം. ഓക്കെ ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരള യൂണിവേഴ്സിറ്റി അറബി കിസ്മ് സംഘടിപ്പിക്കുന്ന നെറ്റ് ക്ലാസ്സിലാണല്ലോ നാം ഇപ്പോൾ ഉള്ളത്. മുമ്പും മൂന്ന് പ്രാവശ്യം നെറ്റ് എക്സാം ക്ലാസ് എടുക്കാൻ വേണ്ടിക്കൊണ്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ ഞാൻ വന്നിട്ടുണ്ട്. അവിടെയുള്ള പല സ്റ്റാഫുകളോടും അതുപോലെ അന്നത്തെ വിദ്യാർത്ഥികളോടൊക്കെ ഇപ്പോഴും ബന്ധം പുലർത്തുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് 10 ദിവസത്തെ ഈ ക്ലാസ് വളരെ എഫക്റ്റീവായി കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇൻഷാ അല്ലാഹ് ഞാൻ പരമാവധി ശ്രമിക്കും. അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഭാഗത്തു നിന്നും നല്ല അധ്വാനവും നല്ല പരിശ്രമവും ഉണ്ടാവുന്ന സമയത്ത് മാത്രമേ നെറ്റും JRF ഒക്കെ സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിക്കൊണ്ട് നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. മുമ്പത്തെ പോലെയല്ല, ഏകദേശം ഒരു 20-30 ആളുകൾക്കൊക്കെ JRF കിട്ടുമെങ്കിൽ പിന്നെ മുമ്പൊക്കെ കോമ്പറ്റീഷൻ ഇത്ര ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ സമയങ്ങളിൽ നല്ല കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടെന്ന് മാത്രമല്ല, എല്ലാവരും ഒരു 4-5 മാസം മുന്നേ 3 മാസം മുന്നേ ഒക്കെ പ്രിപ്പറേഷൻ തുടങ്ങും. നമ്മൾ എക്സാം ആകുമ്പോൾ 2 ആഴ്ച മുന്നേ അല്ലെങ്കിൽ ഒരു മാസം മുന്നേ ഒക്കെ ആയിരിക്കും നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് നെറ്റ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ജസ്റ്റ് കയറി വന്നാൽ പിന്നെ ചില ആളുകൾക്ക് നെറ്റും കിട്ടില്ല. ഇപ്പം നെറ്റ് കിട്ടിയാൽ തന്നെ ഒരുപാട് പ്രാവശ്യം നെറ്റ് കിട്ടിയെന്നല്ലാതെ JRF കിട്ടുമെന്നില്ല. അപ്പോൾ വളരെ കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാമാണ് പിന്നെ നെറ്റ് എക്സാം മുമ്പത്തെ അപേക്ഷിച്ചിട്ട്. ഞാനൊരു 5 വർഷത്തെ ഈ നെറ്റ് എക്സാമിൻ്റെ പരീക്ഷ നല്ല പിന്നെ അവലോകനം ചെയ്ത ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, ഓരോ പ്രാവശ്യവും ഇത് ക്വസ്റ്റ്യൻ്റെ ടൈം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ചില പ്രാവശ്യം ഷവിസ റെക്കോർഡാവുന്നതുകൊണ്ട് ചെറിയൊരു ഇത് പ്രയാസമുണ്ട്. അതായത് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ തന്നെ അത് കേൾക്കുമ്പോഴേ എൻ്റെ ശബ്ദം ക്ലിയർ അല്ലേ? ഇവിടുത്തെ മൈക്ക് ഓൺ ആയിരുന്നത് കൊണ്ടാണ് അങ്ങനെ നേരത്തെ പറഞ്ഞത് കേട്ടോണ്ടിരുന്നത്. ഇനി കേൾക്കില്ല, ഓഫ് ചെയ്യണേ ഇവിടുത്തെ. അപ്പൊ എന്നിട്ട് ചോദിക്കുമ്പോ ഇവര് മൈക്ക് ഓൺ ആക്കിയിട്ട് വേണം മറുപടി പറയാൻ. അസ്സലാമു അലൈക്കും സാർ. ഇപ്പൊ ക്ലാസ് തുടങ്ങുന്നതേ ഉള്ളൂ? ക്ലാസ് തുടങ്ങുന്നേ ഉള്ളൂ. ഓക്കെ സാർ. فإن شاء الله نفتتح هذا البرنامج
المبارك بإلقاء بعض الكلمات التشجيعية في اللغة العربية. فعليكم إخوتي الأحباب الجد والكد والاجتهاد للامتحان، فإننا إنما نستعد للامتحان قبل الامتحان بأسبوعين أو 3 أسابيع، ثم نقول لم نحصل على النتيجة المطلوبة والعلامات قليلة وغير ذلك من الكلمات. هذا لا يفدي ولا يجدي. فعلينا لكي نحصل على جارف أو على نت في الاختبارات أن نبدأ الجهد منذ وقت مبكر جدا، لأنني أعرف شبابا استأجروا بيوتا من أجل أن يتدارسوا لاختبار نت. فالكل في هذه المرحلة يحاولون محاولة شاقة مضنية جادة للحصول على جارف. فنحن لكي نحصل لابد من الجهد، والأساتذة كما يقال دائما إنما يعطونكم المفاتيح، فعلينا الابتلاء والمذاكرة والاجتهاد الدؤوب والمطالعة المكثفة حتى نحصل على العلامات الفائقة في الاختبارات. وفقنا الله وإياكم إن شاء الله للنجاح في الاختبارات. ക്ലാസ് താജുദ്ദീൻ സാർ മലയാളത്തിലാക്കണോ അതോ അറബിയിലാക്കണോ? അറബിയിലാകുമ്പോൾ ഒന്ന് ഫ്ലുവൻസി ഉണ്ടാകും. കുട്ടികൾ പറയട്ടെ. സാറിന് എങ്ങനെയാണ് അപ്പൊ ഒരു മിക്സ് ചെയ്ത ലാംഗ്വേജ് ആയിക്കോട്ടെ. ഓക്കെ സാർ, ഒരു സജഷൻ ഉണ്ട്. പറ്റുമെങ്കിൽ നെക്കത്ത് ഉണ്ടല്ലോ നമ്മുടെ 4ാമത്തെ ചാപ്റ്ററിൽ നെക്കത്ത്, അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരുടെയും ആ ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന് എനിക്ക് തോന്നുന്നു അതും പിന്നെ അതുപോലെ 6ാമത്തെ യൂണിറ്റിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടത്. പിന്നെ നമ്മള് 10 ദിവസത്തെ പ്രോഗ്രാം ആണല്ലോ, അപ്പൊ ഓരോ ദിവസം ഓരോ വിഷയങ്ങൾ ഡീൽ ചെയ്യാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും പേഴ്സണൽ ആയിട്ട് അത് നമ്മൾ അറിയിക്കാവുന്നതാണ്. നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഓക്കെ സാർ, സോറി സാർ. അപ്പൊ അങ്ങനെ നമുക്ക് മൂവ് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഇന്ന് നമ്മൾ അറബി ജാഹിലിയാണ് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ കാറ്റഗറീസ് ചെയ്ത് നമുക്ക് സംസാരിക്കാം. അപ്പോൾ നമ്മള് പിന്നെ ഫിൽ അദബിൽ അറബി اليوم نتناول الشعراء الجاهليين. تمام. نحن نعرف أن الأدب العربي المتمثل في الشعر الجاهلي كان شعرا عظيما وشعرا يستشهد به، وهو أقوى كلام العربي على الإطلاق. ജാഹിലിയ കാലഘട്ടമാണ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ കാലഘട്ടം. അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ അഭിവൃദ്ധി ആ കാലഘട്ടത്തായിരുന്നു. അതിൽ നമ്മുടെ സിലബസിലുള്ളത് 4 കവികളാണ്. മുമ്പത്തെ നെറ്റ് എക്സാമിൻ്റെ സിലബസിൽ ഷുറാവുൽ മുഅല്ലക്ക എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ പുതിയ സിലബസിൽ പ്രധാനമായിട്ടും 4 കവികളാണ് ഉള്ളത്. ആ 4 കവികളുടെ എക്സാമിൽ കഴിഞ്ഞ 6 വർഷത്തെ എക്സാമിൽ വന്ന ചോദ്യങ്ങളും ആൻസറുകളും പ്രധാനപ്പെട്ട പോലെ ജീവിതത്തിലെ ഘട്ടങ്ങളും അവരുടെ മുഅല്ലക്കകളും ആ മുഅല്ലക്കയുടെ ബഹ്ർ ഏതൊക്കെയാണ്, അതിലെ പിന്നെ ചരിത്രം എന്തൊക്കെയാണ് ഏകദേശം, ഇതൊക്കെ പറയുകയാണ് ഇപ്പോൾ ഉദ്ദേശം. അപ്പോൾ ആദ്യമായിക്കൊണ്ട് നമുക്ക് ഇംറുൽ ഖൈസിന് എടുക്കാം. 2 അംറുബിൻ കുൽസൂം, 3 സുഹൈറുബിൻ അബി സുൽമ, അൻചറത്തുബിനു ഷദ്ദാദ് അൽ അബസി. ഈ 4 കവികളെ ആദ്യം നമ്മൾ എല്ലാവരോടും പറയാനുള്ളത് പണ്ടത്തെ സിലബസ് പ്രകാരം പഠിക്കരുത്. പുതിയ സിലബസ് എന്തൊക്കെയാണെന്നോ അതിലുള്ള ആളുകൾ ആരൊക്കെയാണെന്നൊക്കെ നമ്മൾ അറിയണം. പണ്ടത്തെ സിലബസാണ് ചിലപ്പോൾ പല ആളുകളുടെ അടുത്തും ഉണ്ടാവുക. അപ്പോൾ യൂണിറ്റ് 1 അൽ മുഅല്ലഖാത്ത് വ ശുഅറാഉഹ എന്നുള്ള ആ സംഗതിയാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അറബി സാഹിത്യത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള സംഗതികളാണ് മുഅല്ലക്കകൾ എന്നുള്ളത്. മുഅല്ലക്കകൾക്ക് മുഅല്ലക്ക എന്ന് പേര് വരാൻ തന്നെ കാരണം
കഅബയിൽ മുഅല്ലഖ അവർ തൂക്കിയിട്ടിരുന്നു. അങ്ങനെ ഈ തൂക്കുന്ന സാധനത്തിലേക്ക് മോഡേൺ അറബിയിൽ അല്ലാഖ എന്ന് പറയാറുണ്ടല്ലോ, അതുപോലെ തൂക്കിയിടുക എന്നുള്ളതിലേക്ക് താലീഖ് എന്നാണ് പറയാറുള്ളത്. അങ്ങനെ ഈ കവിതകളൊക്കെ, ഈ 7 കവിതകളും ജാഹിലിയ കാലഘട്ടത്തിൽ 7 അതോ 10 അതൊക്കെ ഒരു ചർച്ച നടക്കുന്ന വിഷയമാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഈ കവിതകളൊക്കെ ഇതിൻ്റെ സാഹിത്യ പ്രാധാന്യം കാരണമായിക്കൊണ്ട് കഅബയുടെ മുകളിൽ തൂക്കിയിടപ്പെട്ടിരുന്നു. അങ്ങനെയാണ് മുഅല്ലഖാത്ത് എന്നുള്ള പേര് വന്നത്. അപ്പോൾ ആദ്യമായിക്കൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇമ്രുൽ ഖൈസ് ആണ്. ഇമ്രുൽ ഖൈസ് ജാഹിലിയ കാലഘട്ടത്തിലെ കവികളുടെ വർഷത്തെ പറ്റിയിട്ട് ചോദ്യം ഉണ്ടാവാറില്ല സാധാരണ. കാരണം ആ കാലഘട്ടത്തിലൊക്കെ ചരിത്രം, ഒരാൾ എന്ന് മരിച്ചു എന്ന് ജനിച്ചു എന്നുള്ളതൊന്നും വേണ്ട രൂപത്തിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പല ആളുകളും പല രൂപത്തിൽ എഴുതിയതായി കാണാം. എന്നാലും നമ്മൾ പാടെ ജാഹിലിയ കാലഘട്ടത്തിലെ കവികളെ സനത്തുൽ വഫാത്തും സനതുൽ മീലാദും തള്ളിക്കളയാൻ പാടില്ല. കാരണം 4 കവികളെ വെച്ചിട്ട് ഓർഡർ ആക്കാൻ വരാറുണ്ട്. അപ്പൊ നമുക്ക് ഏകദേശം ഒരു ഐഡിയ വേണം. അപ്പൊ ലുബൈദ് ബിൻ റബീഅ എന്ന് പറഞ്ഞ കവി മരിച്ചത് ഒരു 120 വർഷത്തോളം ഒക്കെ ജീവിച്ചതിന്റെ ശേഷമാണ്. അതുപോലെ ഓരോ കവിന്റെയും ജനിച്ച വർഷം മരിച്ച വർഷമൊക്കെ ജസ്റ്റ് ഒരായിട്ട് കറക്റ്റ് ഓർമ്മയില്ലെങ്കിലും ഇദ്ദേഹം കുറച്ചും കൂടി ഒരു മുത്തഖദ്ദിമാണ്, ഇദ്ദേഹം കുറച്ചും കൂടി ഒരു മുത്തഅഖിറാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്. ഏതായാലും ആദ്യം നമ്മൾ ഇമ്രുൽ ഖൈസിനെ ചർച്ച ചെയ്യാം. ഇമ്രുൽ ഖൈസ് എന്നുള്ള ലഫ്ദിന്റെ അർത്ഥം ഷിദ്ദ എന്നാണ് അർത്ഥം. അപ്പോൾ ഇമ്രുൽ ഖൈസ് എന്നുള്ള ലഫ്ദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റജുലു ഷിദ്ദത്തിൻ, ഒരു കാഠിന്യമുള്ള മനുഷ്യനാണ്, ഹിമ്മത്തുള്ള മനുഷ്യനാണ് എന്നൊക്കെയാണ് ഈ പദത്തിന്റെ അർത്ഥം. മീലാദിയൻ 500 ജനിക്കുന്നത്, 540 മരിക്കുന്നത്. ചില കിതാബുകളിലൊക്കെ, ചില അറബി സാഹിത്യത്തിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ 545 എന്നും കാണാം. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് എക്സാമിൽ വന്നിട്ടുണ്ട്. അബു ഹാരിസ്, അബു സെയ്ദ്, അബു വഹബ് എന്നൊക്കെ പേരിലാണ്. ഇതിൽ കൂടുതൽ മഷ്ഹൂറായ പേര് അബു ഹാരിസ് എന്നുള്ള പേരാണ്. ഇനി നെറ്റ് എക്സാമിൽ ഇമ്രുൽ ഖൈസിനെ പറ്റി ചോദിച്ച, ഇമ്രുൽ ഖൈസ് എവിടെയാണ് ജനിച്ചത് എന്നാണ്, എവിടെയാണ് മരിച്ചത്, ഈ 2 ചോദ്യവും എക്സാമിന് വന്നിട്ടുണ്ട്. ഇമ്രുൽ ഖൈസ് ജനിച്ച വർഷവും മരിച്ച വർഷവും വ്യത്യസ്ത വർഷങ്ങളിൽ എക്സാമിന് വന്നിട്ടുണ്ട്. ജനിച്ചത് ഉലിദ ബി നജിദ്, നജിദിലാണ് ജനിച്ചത്. അൻകറ, തുർക്കിയിലെ അൻകറയിലാണ് മരിച്ചത്. പിന്നെ ഇതും നെറ്റ് എക്സാമിന് വന്ന ചോദ്യമാണ്. ഇതൊക്കെ നെറ്റ് എക്സാമിന് വന്ന ചോദ്യമാണെന്ന് പറയുന്നത് അത് ശരിക്ക് നെറ്റ് എക്സാമിന് വന്ന ചോദ്യം തന്നെയാണ്, അത് കറക്റ്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇതൊക്കെ ഏത് വർഷമാണ് ഈ ക്വസ്റ്റ്യൻ വന്നത്? അൻകറ എവിടെയെന്നാ പറഞ്ഞ? അൻകറ തുർക്കിയില്. ഓക്കെ സർ, ഓക്കെ. കാന അബൂഹു മലിക ബനി അസദ്, ചോദ്യം വന്നിട്ടുണ്ട്. ബനു അസദ് ഗോത്രത്തിന്റെ രാജാവായിരുന്നു ഇമ്രുൽ ഖൈസിന്റെ പിതാവ്. കാന അബൂഹു മലിക ബനി അസദ്. ഇമ്രുൽ ഖൈസിന്റെ ഉമ്മാന്റെ പേര് ഫാത്തിമ ബിന്തു റബീഅ എന്നാണ്. ഈ ഫാത്തിമക്ക് അറബി സാഹിത്യത്തിൽ ഒരു ചരിത്ര പ്രാധാന്യമുണ്ട്. കാരണം ഫാത്തിമ എന്നുള്ളത് കവികളായ മുഹൽഹൽ എന്ന കവിയുടെ സഹോദരിയാണ് ഫാത്തിമ. ഇമ്രുൽ ഖൈസിന്റെ ഭാര്യയുടെ പേര് ഉമ്മു ജുന്ദുബ് എന്നാണ്. ഇതിനെപ്പറ്റി എക്സാമിൽ വന്നത് 2 ചോദ്യങ്ങൾ എക്സാമിൽ ഈ ഭാര്യമാരുടെ തൊലാഖുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഒരു കവി ആ കവിയുടെ ഭാര്യയെ തൊലാഖ് ചൊല്ലി പിന്നെ അതിൽ വിഷമം പ്രകടിപ്പിച്ചു. ഈ കവി ആരാണ് എന്ന ചോദ്യം വന്നിട്ടുണ്ട്. അതിന്റെ മറുപടി ഫറസ്ദക്കാണ്. ഫറസ്ദക്ക് തന്റെ ഭാര്യയായ നവാർ എന്ന സ്ത്രീയെ തൊലാഖ് ചൊല്ലിയതിന്റെ ശേഷം വിഷമം പ്രകടിപ്പിച്ചു.
ഇമ്രുൽ ഖൈസും ഭാര്യയെ ത്വലാഖ് ചൊല്ലിയിട്ടുണ്ട്. ഭാര്യയുടെ പേര് ഉമ്മു ജുന്ദുബ് എന്നാണ്. സാർ ഈ നുവാറുൽ മജാഷിനെ ഈ ഡൈവോഴ്സ് ചെയ്യുന്ന സമയത്തല്ലേ അവിടെ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് കുറച്ചുകൂടി രൂക്ഷമാവുന്ന സമയം, ഈ ഫറസ്തക്കും ജരീറും തമ്മിലുള്ള? അത് അതിന്റെ ഒരു കാരണമാണ്. അതായത് എനിക്ക് ആ പേര് ഓർമ്മയില്ല. കവി ഇങ്ങനെ ഹജാഗ് ചെയ്യാൻ വേണ്ടി ആക്ഷേപിക്കപ്പെടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഒരുപാട് ഉണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമ്മള് പിന്നെ ജാഹിലിയ ഉമവിയ കാലഘട്ടത്തിൽ അൽ മുസല്ലസുൽ ഉമവി നമ്മൾ ചർച്ച ചെയ്യും. മുസല്ലത്ത് ഉമവിയ ത്രികോണം. അപ്പൊ അതില് പിന്നെ ബഷാറിനെ പറ്റിയിട്ടും ഫറസ്ദക്കിനെ പറ്റിയിട്ടും അഖ്തലിനെ പറ്റിയിട്ടും നവ്വാറിനെ പറ്റി നിങ്ങൾ മുജാഷി എന്നുള്ളത് അത് വേറൊരു സംഭവമാണ്. അത് റായിബിനും അബ്ദുസലാമും അതുപോലെ ഓക്കെ ആ ചർച്ചയിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ വരാം. പിന്നെ ഉമ്മു ജുന്ദുബ് ആണ് ഇമ്രുൽ ഖൈസിന്റെ ഭാര്യ. നിക്കാഹ് ത്വലാഖ് ചൊല്ലിയതിന്റെ ശേഷം ഉമ്മു ജുന്ദുബിനെ അൽഖമത്ത് ബിനു ഫഹൽ എന്ന മറ്റൊരു കവി കല്യാണം കഴിച്ചു. ഇവിടെ ഒരു ചരിത്ര സംഭവമുണ്ട്. അതായത് ഇമ്രുൽ ഖൈസിനെക്കാട്ടിലും കവിത്വത്തിൽ കഴിവുള്ളത് അൽഖമത്ത് ബിനു ഫഹലാണ് എന്ന് ഉമ്മു ജുന്ദുബ് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു ബൈത്തുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇമ്രുൽ ഖൈസിന്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലിയതിനു ശേഷം ആരാണ് കല്യാണം കഴിച്ചത് എന്നുള്ള ചോദ്യം വരികയാണെങ്കിൽ മറ്റൊരു കവിയാണ് അൽഖമത്ത് ബിനു ഫഹൽ എന്ന കവിയാണ് കല്യാണം കഴിച്ചത്. ഇനി എക്സാമിന് വന്ന ചോദ്യമാണ്, ഇമ്രുൽ ഖൈസിന്റെ ആഷിഖത്ത് അല്ലെങ്കിൽ ഇമ്രുൽ ഖൈസിന്റെ മഅ്ശൂഖത്ത് ആരെയായിരുന്നു ഇമ്രുൽ ഖൈസ് പ്രണയിച്ചത് എന്നാണ്. അതിന്റെ മറുപടി ഉനൈസ എന്നാണ് മറുപടി. ഉനൈസ എന്നുള്ളത് ഇമ്രുൽ ഖൈസിന്റെ എളാപ്പയായ ഷറഹ്ബീൽ എന്ന മനുഷ്യന്റെ മകളാണ്. അപ്പോൾ ഉനൈസ ബിന്തു ഷറഹ്ബീൽ എന്ന് നോട്ട് ചെയ്യുക, എക്സാമിന് വരാനുള്ള ചോദ്യമാണ്. പിന്നെ എക്സാമിൽ വരാറുള്ള ഇമ്രുൽ ഖൈസിന്റെ അൽഖാബ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എക്സാമിന് വരിക? കുറച്ച് അൽഖാബുകൾ തന്നിട്ട് ഈ ഒരു ലക്കബ് തന്നിട്ട് ഈ ലക്കബ് കൊണ്ട് അറിയപ്പെട്ട ആളാരാണെന്ന് ചോദിക്കും. അങ്ങനെ ഇമ്രുൽ ഖൈസിനെ പറ്റിയിട്ട് ചോദിക്കപ്പെട്ട ചോദ്യങ്ങൾ, ലക്കബുകൾ: ഒന്ന്, അൽ ഗുലാമുൽ ഖതീൽ, കൊല്ലപ്പെട്ട യുവാവ് എന്നുള്ള അർത്ഥത്തിലേക്ക് അൽ ഗുലാമുൽ ഖതീൽ, അതാണ് ഒന്നാമത്തെ ലക്കബ്. മറ്റൊരു ലക്കബ് അൽ അമീറു ത്വരീദ് എന്നാണ്. കൊട്ടാരത്തിൽ നിന്ന് വഴികേടും ഫിസ്കും ഫുജൂറും കാരണം കൊണ്ട് പിതാവ് ചെറുപ്പത്തിൽ തന്നെ ആട്ടി വിട്ടത് കൊണ്ട് അൽ അമീറു ത്വരീദ് എന്നുള്ള പേരും ഇമ്രുൽ ഖൈസിനുണ്ട്. അൽ ത്വറദ മത്റൂജ്. അടുത്തത് അൽ മലിക്കുൽ ദലീൽ, വഴികെട്ട രാജാവ് എന്നുള്ള മാന. മറ്റൊരു ലക്കബ് ദുൽ ഖുറൂഹ്. അവസാനം രക്തത്തിലൊക്കെ മുറിയൊക്കെ വന്നിട്ടാണ് ഇമ്രുൽ ഖൈസ് മരിക്കുന്നത്. അങ്ങനെയാണ് ദുൽ ഖുറൂഹ് എന്നുള്ള പേര് വരുന്നത്. മറ്റൊരു ലക്കബ് മലിക്കു ഷുഅറ എന്നാണ് മറ്റൊരു ലക്കബ്. ഇനി എക്സാമിന് വന്ന ഒരു ചോദ്യമാണ്, മുഅല്ലഖയിൽ ഇമ്രുൽ ഖൈസ് ഒരു തൻ്റെ ആഷിഖത്തുമായി കണ്ടുമുട്ടിയ ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. ആ സംഭവത്തിൽ തൻ്റെ ആഷിഖത്തിനെ ഇമ്രുൽ ഖൈസ് ഏത് സ്ഥലത്ത് വെച്ചാണ് കണ്ടുമുട്ടിയത് എന്നുള്ള ചോദ്യം ക്വസ്റ്റ്യനിൽ വരാറുണ്ട്. അപ്പോൾ ദാറത്തു ജുൽജുൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒരു അരുവിയാണത്. ഒരു അരുവിയുടെ പേരാണ് ദാറത്തുൽ ജുൽജുൽ.
ലഖിയ ആഷിഖതഹു ഫി ദാറത്തിൽ ജുൽജുൽ. അതൊരു അരുവിയുടെ പേരാണ്, ദാറത്തുൽ ജുൽജുൽ. ഈ ഇമ്രുൽ ഖൈസിന്റെ ചരിത്രത്തിൽ എല്ലാവരും മനസ്സിൽ ഓർമ്മ ഉണ്ടാവാൻ വേണ്ടി പറയാണ്, ചെറുപ്പത്തിൽ തന്നെ ഫിസ്കും ഫുജൂറൊക്കെ ഉണ്ടായത് കൊണ്ട് വാപ്പ പിതാവ് കൊട്ടാരത്തിൽ നിന്ന് ആട്ടിവിട്ടു. അതിന് ശേഷം തൻ്റെ തെമ്മാടിക്കൂട്ടങ്ങളുമായിക്കൊണ്ട് യമനിലെയും നജിദിലെയും പല ഭാഗത്ത് ഇമ്രുൽ ഖൈസ് ഇങ്ങനെ കള്ളും കുടിച്ചു പെണ്ണ് പിടിച്ച് നടക്കുന്ന ഒരാളായിരുന്നു ഇമ്രുൽ ഖൈസ്. അപ്പോൾ ഈ അരുവിയുടെ അടുത്ത് നിന്ന് ഉനൈസയും ഉനൈസയുടെ സഹോദരിമാരൊക്കെ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇമ്രുൽ ഖൈസ് എല്ലാവരുടെയും വസ്ത്രങ്ങൾ എടുത്തു. എന്നിട്ട് ഇമ്രുൽ ഖൈസ് അവരോടൊക്കെ പറഞ്ഞു, എൻ്റെ മഹ്ബൂബത്ത് എന്നിലേക്ക് നഗ്നയായി വരണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ വസ്ത്രം ഞാൻ തരുകയുള്ളൂ, അല്ലെങ്കിൽ ഈ വസ്ത്രം എടുത്തിട്ട് ഞാൻ ഓടും എന്ന് പറഞ്ഞു. അപ്പോൾ ആ രൂപത്തിലുള്ള, ഞാൻ വിഷയം നീട്ടി പറയുന്നില്ല, ഒരുപാട് ഫുജൂറും ഫിസ്കൊക്കെ കാണിച്ച ആളാണ് ഇമ്രുൽ ഖൈസ്. അപ്പോൾ അവിടുന്ന് ഇവർ രണ്ടാളുകളും ഒരു ഒട്ടകത്തിൻ്റെ മേലെ കയറിക്കൊണ്ടാണ് തിരിച്ചു വരുന്നത്. അതൊക്കെയാണ് മുഅല്ലഖയുടെ പ്രധാന ഇത്. തഖൂലു വഖത് മാലൽ ഹബീതു ബിനാ മഅൻ അഖർത ബഈദി യംറ അൽ ഖൈസി ഫൻസിലി. ഇങ്ങനെയാണ് ആ പിന്നെ കവിത ഇമ്രുൽ ഖൈസ് വിശദീകരിക്കുന്നത്. എല്ലാ മുഖദ്ദിമയുടെ തുടക്കം അത് ഏത് ബഹറിലാണ്, അത് ലാമിയാണോ, ലാമിയ പറഞ്ഞാൽ അതിൻ്റെ കാഫി അവസാനത്തെ ഹർഫിനാണ് കവിതയിൽ കാഫിയ എന്ന് പറഞ്ഞത്, അത് ലാമിയാണോ, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരും. ഇമ്രുൽ ഖൈസിൻ്റെ മുഅല്ലഖയിൽ തന്നെ ഇഫാ നബിക്ക് മിൻ ദിക്റ ഹബീബിൻ വ മൻസിലി ബിസിഖ്തി ലിവ ബൈന ദഖൂലി ഫഹൗമലി ഫതൂളിഹ ഫൽമിഖറാത്തി ലം യഅഫു റസ്മുഹ ലിമാ നസജത്ഹ മിൻ ജനൂബിൻ വശംഅലി ചറ ബഅറൽ അർആമി ഫി അറസാതിഹ വഖീആനിഹ കഅന്നഹു ഹബ്ബു ഫുൽഫുലി. ഇങ്ങനെയൊക്കെ എടുത്തരും. എന്നിട്ട് അവരോട് ചോദിക്കും, ഈ ഫതൂളിഹ മൽ മുറാദു ബി തൂളിഹ, അങ്ങനെ എക്സാമിന് ചോദ്യം ഉണ്ടാവാറുണ്ട്. അതായത് ആദ്യത്തെ രണ്ട് വരികളിലെ ഏതെങ്കിലും ഒരു വരി എടുത്തിട്ട് ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നുള്ള ഒരു ചോദ്യം വരാറുണ്ട്. അത് എല്ലാവരും മുഅല്ലഖയുടെ തുടക്കങ്ങളൊക്കെ ഒന്ന് ആദ്യത്തെ 2-3 ബൈത്തുകളൊക്കെ ഹിഫ്ളാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഇമ്രുൽ ഖൈസ് പ്രധാനമായിട്ടും 3 ഖസീദകളാണ് രചിച്ചത്. അതിലേറ്റവും പ്രസിദ്ധമാണ് മുഅല്ലഖ. 2018 ഒരു ചോദ്യം ഉണ്ടായിരുന്നു, മുഅല്ലഖയിൽ എത്ര ബൈത്തുകളാണ് ഉള്ളത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിൻ്റെ മറുപടി 80 ബൈത്തുകളാണ് മുഅല്ലഖയിൽ ഉണ്ടായിരുന്നത്. പിന്നെ മറ്റൊരു ചോദ്യം, അഷ്ഹറു ശുഅറാഇ ഇദാ റക്കിബ, കുതിരപ്പുറത്ത് കയറിയാൽ ഏറ്റവും ടോപ്പ് കവി ആരാണ്? അതായത് 4 രൂപത്തിൽ ഈ ചോദ്യങ്ങൾ വരാറുണ്ട്. അതായത് അഷ്ഹറു ശുഅറാഇ ഇദാ ഗളിബ, ചൂടായാൽ ഏറ്റവും ടോപ്പ് കവി ആരാണ്? അതുപോലെ തന്നെ അഷ്അറു ശുഅറാഇ ഇദാ മദഹ, മറ്റൊരാളെ മദ്ഹ് പറയുന്ന വിഷയത്തിൽ ഏറ്റവും ടോപ്പ് ഷാഇർ ആരാണ്? ഇങ്ങനെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇമ്രുൽ ഖൈസിന്റെ മറുപടി, ഓരോരുത്തർക്കും വ്യത്യസ്ത കവികളാണ്, അതിന്റെ ജവാബ് ഞാൻ പറഞ്ഞു തരാം. ഇമ്രുൽ ഖൈസ് അഷ്അറു ശുഅറാഇ ഇദാ റക്കിബ, കുതിരപ്പുറത്ത് കയറിയാൽ കുതിരയെ വിശേഷിപ്പിക്കാനും കുതിരയുടെ വേട്ടയെ വിശേഷിപ്പിക്കാനൊക്കെ ഏറ്റവും ഉഷാർ ഇമ്രുൽ ഖൈസാണ്. അപ്പോൾ അഷ്അറു ശുഅറാഇ ഇദാ റക്കിബ അതാരാണ് എന്ന് എക്സാമിൽ ചോദ്യം വന്നിട്ടുണ്ട്. അതിന്റെ മറുപടി ഇമ്രുൽ ഖൈസാണ്. അഷ്അറു ശുഅറാഇ ഇദാ റക്കിബ.
ഇമ്രുൽ ഖൈസിന്റെ പിതാവ് കൊല്ലപ്പെട്ടു. അപ്പൊ കൊല്ലപ്പെട്ട സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇമ്രുൽ ഖൈസ് കള്ള് കുടിച്ച് പല നാടുകളിലൊക്കെ ഇങ്ങനെ പോയി നിൽക്കുന്ന ആളാണ്. ആ സമയത്ത് ഇമ്രുൽ ഖൈസ് യമനിലെ ദമൂൻ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. യമനിലെ ദമൂൻ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പിതാവ് മരിക്കപ്പെട്ടു എന്ന് കേട്ട സമയത്ത് ഇമ്രുൽ ഖൈസ് പറഞ്ഞു, ലയ്യഅനി അബി സഗീറൻ. ഈ കൊട്ടേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ലയ്യഅനി അബി സഗീറൻ വഹമ്മലനി ദമഹു കബീറൻ. എന്നെ എൻ്റെ വാപ്പ ചെറുപ്പത്തിൽ നോക്കിയില്ല, കൺസിഡർ ചെയ്തില്ല, പരിഗണിച്ചില്ല, എന്നെ നഷ്ടപ്പെടുത്തി. ഞാൻ വലിപ്പം ആയ സമയത്ത് വാപ്പാക്ക് പകരം ചോദിക്കാൻ, വാപ്പാന്റെ ദമ് പകരം ചോദിക്കാൻ എന്നെ ഉത്തരവാദിത്തപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ഇതിനർത്ഥം. ലയ്യഅനി അബി സഗീറൻ വഹമ്മലനി ദമഹു കബീറൻ. എന്നിട്ട് ഇത് കൊട്ടേഷൻ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വന്നിട്ടുണ്ട് അലിയൗമ ഖംറുൻ ഗദൻ അംറുൻ. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? അലിയൗമ അംറാണ് ഇന്ന് കാര്യം, ഇന്ന് അല്ല സോറി അഫ്വാൻ, അലിയൗമ ഖംറുൻ ആണ് ഇന്ന് കള്ള്. ഇന്ന് ഏതാണ് ഞാൻ കള്ളിലുള്ളത്, ആ കള്ളിന്ന് ഞാൻ പൂർത്തിയാക്കും. നാളെ തൊട്ടിട്ട് എൻ്റെ വാപ്പാക്ക് പകരം ചോദിക്കുന്ന പണിയാണ് എനിക്ക്. അതാണ് അർത്ഥം. അലിയൗമ ഖംറുൻ ഗദൻ അംറുൻ. അലിയൗമ ഖംറുൻ ഗദൻ അംറുൻ. ഇത് പറഞ്ഞത് ആരാണ് എന്ന് ചോദ്യം വന്നിട്ടുണ്ട്. അതിന്റെ മറുപടി ഇമ്രുൽ ഖൈസാണ്. ഇമ്രുൽ ഖൈസിന്റെ പിതാവിനെ കൊന്നതാരാണ് എന്നുള്ള ചോദ്യം, അതിന്റെ മറുപടി കുത്തില അബൂഹു ബി ഐദി മുലൂക്കിൽ ലഖ്മിയീൻ. ബനു അസദ് ഗോത്രത്തിൽപ്പെട്ട എന്ന ഒരു ശാഖാഗോത്രമാണ്. ലഖ്മി കേട്ടോ, ലഖ്മി ഗോത്രക്കാരുടെ കൈകളാലാണ് വധിക്കപ്പെട്ടത്. അടുത്ത ചോദ്യം എക്സാമിന് വന്ന ചോദ്യമാണിത്. മുഹൽഹലും കുലൈബും ആരുടെ അമ്മാവന്മാരാണ്? മുഹൽഹലും കുലൈബും ആരുടെ അമ്മാവന്മാരാണ്? മറുപടി ഇമ്രുൽ ഖൈസ്. മുഹൽഹല് കവിയാണ്. കുലൈബ് വലിയ ഹർബുൽ ബസൂസ് എന്ന് പറഞ്ഞിട്ട് 40 വർഷത്തോളം നീണ്ടുന്ന ഒരു യുദ്ധത്തിനുണ്ട്. അതിൽ പ്രധാന കഥാപാത്രമാണ് കുലൈബ്. ഇനി എക്സാമിൽ ഇമ്രുൽ ഖൈസിനെ പറ്റി വന്ന ഒരു 10 ചോദ്യങ്ങൾ, പ്രധാനമായിട്ടും വന്ന 10 ചോദ്യങ്ങൾ നമ്മളൊന്ന് സോൾവ് ചെയ്യാം. അത് ഇമ്രുൽ ഖൈസിന്റെ ക്യാരക്ടർ സ്കെച്ച് ഞാൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇമ്രുൽ ഖൈസ് തന്നെയാണ്. ഇൻഗമസ ഫിൽ ലഹ്വി വ ശരീബൽ ഖംറ. കളിയിലും അതുപോലെ തെമ്മാടിത്തത്തിലൊക്കെ മുഴുകിയ കവി ആരാണ്? മറുപടി ഇമ്രുൽ ഖൈസ്. ഇനി ഇമ്രുൽ ഖൈസ് ഒരു രാജാവിനെ വല്ലാതല്ല കുറച്ച് മദ്ഹ് പറഞ്ഞിട്ടുണ്ട്. ആ രാജാവിന്റെ പേര് അമ്രുബിനു ഹിന്ദ് എന്നാണ്. ഇമ്രുൽ ഖൈസിന്റെ ഇബ്നു അമ്മത്താണ് അമ്രുബിനു ഹിന്ദ്. അമ്രുബിനു ഹിന്ദ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം വരും അമ്രുബിനു കുൽസും എന്ന ഷായർ. ആ ഷായർ കൊന്ന രാജാവിന്റെ പേരാണ് അമ്രുബിനു ഹിന്ദ്. അമ്രുബിനു ഹിന്ദിനെ തുടക്കത്തിൽ, അതായത് ഇമ്രുൽ ഖൈസിന്റെ കവിതയുടെ ഒക്കെ തുടക്കത്തിൽ കുറച്ചു കാലം മദ്ഹ് പറഞ്ഞിട്ടുണ്ട്. ആ ചോദ്യം ഇങ്ങനെയാണ് വന്നത് പരീക്ഷയ്ക്ക്. മാല ഇല ഇബ്നി അമ്മത്തിഹി
അംരി ബിൻ ഹിന്ദ് വ മദഹഹു ലി മുദ്ദ. അല്പകാലം അമ്രു ബിൻ ഹിന്ദിനെ മദ്ഹ് പറഞ്ഞ കവി ആരാണ്? ഇംറുൽ ഖൈസാണ്. അടുത്ത ചോദ്യം ഇംറുൽ ഖൈസിനെ പറ്റി വന്ന ചോദ്യം, ഹാവല യസ്തർജിയ മംലക്കത്ത് അബീഹി, തൻ്റെ പിതാവിൻ്റെ രാജ്യം തിരിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചു. ആരുടെ കയ്യിൽ നിന്നാണ് ശ്രമിച്ചത്? മറുപടി മനാദിറ രാജാക്കന്മാരുടെ. കയാസിറ എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ മനാദിറ രാജാക്കന്മാർ. അടുത്ത ചോദ്യം, അറബി കവിതയുടെ പിതാവായിട്ട് പരിഗണിക്കപ്പെടുന്ന ആളാരാണ്? അഷായിർ അല്ലദി യുഅദ്ദു അബൻ ലിഷേരിൽ അറബി ജമീഇഹി. ശബ്ദം ബുദ്ധിമുട്ടാവുന്നു. പിന്നെ എക്സാമിൽ 2018 വന്ന ഒരു ചോദ്യമാണ്, ഇംറുൽ ഖൈസ് ജനിച്ചു വളർന്നത് എവിടെയാണ്? അതിൻ്റെ ചോദ്യം ഞാൻ നേരത്തെ മറുപടി പറഞ്ഞു, നഷ ഇംറുൽ ഖൈസ് നജിദിയൻ. പക്ഷെ ഇംറുൽ ഖൈസിൻ്റെ അസ്ലി യമനാണ് കേട്ടോ, വൈൻഖാന യമനിയൻ. പിന്നെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, മുഅല്ലഖാത്തിൻ്റെ വാക്താക്കൾക്കിടയിൽ സ്ത്രീകളുടെ സവിശേഷതകളും വസ്ഫുകളെ കൊണ്ടൊക്കെ പ്രത്യേകമായ കവി ആരാണ്? ഇംതാസ ബൈന അസ്ഹാബിൽ മുഅല്ലഖാത്തി ബി മഅരിഫത്തി ഖാസിയത്തി അന്നിസാഇ നഫ്സിയ. അതാരാണ്? അതിന് മറുപടി ഇംറുൽ ഖൈസാണ്. സ്വാഹിബുബ്നു അബ്ബാദിൻ്റെ ഒരു കൊട്ടേഷൻ എക്സാമിൽ വരാറുണ്ട്. ചോദ്യം ഇങ്ങനെയാണ് വരാറുള്ളത്. ആ കൊട്ടേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 2 രൂപത്തിൽ ചോദ്യം വന്നിട്ടുണ്ട്. ഒന്ന്, ഈ കൊട്ടേഷൻ ആരാണ് പറഞ്ഞത് എന്ന് ചോദ്യം വന്നിട്ടുണ്ട്. 2, ഈ കൊട്ടേഷനിൽ ഉദ്ദേശിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് ചോദ്യം വന്നിട്ടുണ്ട്. ആ കൊട്ടേഷൻ ശ്രദ്ധിക്കാം. ആ കൊട്ടേഷൻ പറഞ്ഞത് സ്വാഹിബുബ്നു അബ്ബാദാണ്. സാഹിബുബ്നു അബ്ബാദാണ്. ഇബ്നുൽ അമീദിൻ്റെ സഹായിയായിരുന്നു സാഹിബുബ്നു അബ്ബാദ്. എപ്പോഴും ഇബ്നുൽ അമീദ് എന്ന് പറഞ്ഞ അറബി സാഹിത്യകാരൻ്റെ കൂടെ അബ്ബാസിയ കാലഘട്ടത്തിലെ വളരെ പ്രസിദ്ധനായ അറബി നാസിറാണ് ഇബ്നുൽ അമീദ്. ഗദ്യത്തിലായിരുന്നു കൂടുതലും കഴിവ്. അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന ആളായത് കൊണ്ടാണ് സ്വാഹിബ് എന്ന പേര് വന്നത്. സ്വാഹിബുബ്നു അബ്ബാദ് എന്ന അറബി സാഹിത്യകാരൻ്റെ കൊട്ടേഷനാണ്. അദ്ദേഹം പറഞ്ഞത്, ബുദിഅ ശിഅ്റു ബി മലിക്കിൻ, കവിത തുടങ്ങപ്പെട്ടത് ഒരു രാജാവിനെ കൊണ്ടതാണ്. വഖുതിമ ബി മലിക്കിൻ, കവിത അവസാനിക്കപ്പെട്ടതും ഒരു രാജാവിനെ കൊണ്ടാണ്. അപ്പോൾ തുടങ്ങപ്പെട്ട രാജാവ് ആരാണ്? അവസാനിക്കപ്പെട്ട രാജാവ് ആരാണ്? അപ്പോൾ തുടങ്ങപ്പെട്ട രാജാവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇംറുൽ ഖൈസാണ്. അവസാനിക്കപ്പെട്ടത് അബൂ ഫറാസ് അൽ ഹമദാനി എന്ന് പറഞ്ഞ മലിക്ക് കൊണ്ടാണ്. അബൂ ഫറാസ് അൽ ഹമദാനി എന്ന ഇനി ഇംറുൽ ഖൈസിനെ പറ്റി വന്ന മറ്റൊരു ചോദ്യം, ഒരു കവി ആ കവിയുടെ കസീദകളിൽ നിന്ന് മിക്ക കസീദകളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആകെ ബാക്കിയുള്ളത് ഒരു ദീവാനിലാണ്. ആ ദീവാനിൽ തന്നെ ഏകദേശം 25 കസീദകൾ മാത്രമേ ഉള്ളൂ.
ഇത് 2 രൂപത്തിൽ ചോദിച്ചിട്ടുണ്ട്. ഈ കവി ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. 2 എത്ര കസീതകളാണ് ആ ദീവാനിൽ ബാക്കിയായത് എന്നാണ്. അപ്പോൾ അതിൻ്റെ മറുപടി 25 കസീതകളാണ് ബാക്കിയായത്. 25 കസീതകൾ ബാക്കിയുള്ള ഒരു ദീവാനാണ് ഇംറുൽ ഖൈസ് ബാക്കിയാക്കിയത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇംറുൽ ഖൈസിൻ്റെ ചർച്ച നമ്മൾ തൽക്കാലം അവസാനിപ്പിച്ചു. ഇംറുൽ ഖൈസിനെ പറ്റിയിട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഷാഫിസ്ഥാൻ്റെ നേതൃത്വത്തിൽ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇംറുൽ ഖൈസിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഇംറുൽ ഖൈസിനെ പറ്റിയിട്ട് അറിയാനുള്ള പിന്നെ മാർഗങ്ങളും പിന്നെ ടെക്സ്റ്റിൻ്റെ ഭാഗങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്തുതരാം, ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിൽ ഇട്ട് തരാം. കാരണം എന്ന് പറഞ്ഞാൽ നല്ല കോമ്പറ്റീഷൻ നടക്കും. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഞാൻ ഇംറുൽ ഖൈസിനെ പറ്റിയിട്ട് എല്ലാം എനിക്ക് മനസ്സിലായി എന്ന് ഒരിക്കലും പറയരുത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ എക്സാമിൽ വന്ന സംഗതിയും അതുപോലെ ഇംറുൽ ഖൈസിനെ പറ്റി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇംറുൽ ഖൈസിനെ പറ്റിയിട്ട് ഇംറുൽ ഖൈസ് ജാഹിദ്, അതുപോലെ അഹമ്മദ് ഷൗക്കി, ഇങ്ങനെ നെറ്റ് എക്സാമിൽ എന്തായാലും ഓലെ പറ്റി ഒരു ചോദ്യങ്ങളും ഉണ്ടാകും. അങ്ങനത്തെ ഒരു 10-15 ആൾക്കാരുണ്ട്. അതിൽപ്പെട്ട ആളാണ് അബ്ബാസുൽ അക്കാദ്, തോഹ ഹുസൈന്, അതുപോലെ തന്നെ ഇംറുൽ ഖൈസ്. ജാഹിലിയ കാലഘട്ടത്തിൽ ഇംറുൽ ഖൈസ് ആയിരിക്കും. ഉമവിയയിൽ ഉമവിയൻ്റെ അവസാനം അബ്ബാസിന് തുടക്കമായിട്ട് ഇബ്നുൽ മുഖഫ ചോദിക്കപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ഫറസ്ദക്ക് അഖ്തല്, ഞാൻ നേരത്തെ പറഞ്ഞ ആ ത്രിമൂർത്തികളെ പറ്റിയിട്ട് ഉമവി ത്രിമൂർത്തികളെ പറ്റി ചോദ്യം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇംറുൽ ഖൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സുഹൃത്തുക്കളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് അയക്കാം. വോയിസ് ഒക്കെ ക്ലിയർ ഉണ്ടല്ലോ അല്ലേ? ക്ലിയർ ആണ്, എല്ലാം ക്ലിയർ ആണ്. ഓക്കെ. ഇനി കൂടുതൽ ഇംറുൽ ഖൈസിന്റെ ഡാറ്റാസും കാര്യങ്ങളൊക്കെ ഞാൻ നല്ല നമ്മളെ ഹെർസിന് അടിസ്ഥാനത്തിലായിരിക്കും എങ്ങനെ ഉണ്ടാവുക, പിന്നെ എൻ്റെ സഹകരണം ഉണ്ടാവുക. ഇത് സഹകരിക്കാൻ മടി ഉണ്ടായിട്ടല്ല, നേരെ മറിച്ചിട്ട് പിന്നെ എനിക്ക് നെറ്റ് വേണം, എനിക്ക് JRF വേണം എന്നുള്ള ഭാഷയുള്ള താലിബീങ്ങളൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവും. ക്ലാസ് ഇതൊരു എഫക്റ്റീവായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ കൂടുതൽ ഇസ്തിസാദത്തും ഇസ്തിഫാദത്തും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തുക്കളും ഒരു ഗ്രൂപ്പുമാണ് നമുക്ക് ആവശ്യം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അംറു ബിൻ കുൽസുമാണ് അടുത്ത ആള്. ഏകദേശം 500 മീലാദിയൻ 550 തുടങ്ങുന്നത്, 600-ലാണ് ഏകദേശം മരിക്കുന്നത്. കുറച്ചു കാലം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. അംറു ബിൻ കുൽസിനെ പറ്റി വന്ന ചോദ്യം, അംറു ബിൻ കുൽസും ഏത് ഗോത്രത്തിൽപ്പെട്ട ആളാണ് എന്നുള്ള ചോദ്യം. ബനു ചഗ്ലബ് ഗോത്രത്തിൽപ്പെട്ട ആളാണ്. അംറു ബിൻ കുൽസൂമിന്റെ മതം ഏതായിരുന്നു എന്നുള്ള ചോദ്യം എക്സാമിന് വന്നിട്ടുണ്ട്. പല ആളുകൾക്കും പല അഭിപ്രായമാണ്. പക്ഷെ അതിൽ അവർ കൊടുത്ത ആൻസർ, അതുപോലെ മിക്ക പുസ്തകങ്ങളിലുള്ളത് കാന നസ്രാനിയൻ, ക്രിസ്ത്യാനിയായിരുന്നു അദ്ദേഹം. ഞാൻ നേരത്തെ പറഞ്ഞു ഇംറുൽ ഖൈസ് ഒരു രാജാവിനെ മദ്ഹ് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞല്ലോ. ആ രാജാവിൻ്റെ പേര് അംറു ബിൻ ഹിന്ദാണ്. ആ അംറു ബിൻ ഹിന്ദിനെ കൊന്ന ആളാണ് അംറു ബിൻ കുൽസും. അതുമായി ബന്ധപ്പെട്ടൊരു ചരിത്രം ഉണ്ടായി, ഞാൻ ചെറുതാക്കിയൊന്ന് പറയാം. അംറു ബിൻ കുൽസൂമിൻ്റെ ഉമ്മയുടെ പേരാണ് ലൈല. അപ്പോൾ ഒരിക്കൽ ഈ ബനു തഗ്ലബ് ഗോത്രത്തിന് ഭയങ്കര അഹങ്കാരാണ്, ഭയങ്കര ഫഖറാണ് അവർ. എത്രത്തോളം പറയപ്പെട്ടിട്ടുണ്ട് അറിയാം.
ലൗലൽ ഇസ്ലാം ല അക്കലത്ത് ബനു തഗ്ലബ് അൽ അറബ. ഇസ്ലാം ഇല്ലായിരുന്നുവെങ്കിൽ ബനു തഗ്ലബ് ഗോത്രം അറബികൾ ഒന്നാകെ വീങ്ങുമായിരുന്നു. അത്രക്കും പവറും അത്രക്കും ഫഹ്റുള്ള ഒരു ടീമായിരുന്നു. അപ്പൊ അംറുബിൻ കുൽസൂം എന്ന രാജാവിനിക്ക് ബനു തഗ്ലബ് ഗോത്രത്തിനെ ഒന്ന് ഇതിലാല് ചെയ്യാൻ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. ഒന്ന് നിന്ദിക്കാൻ ഭയങ്കര താല്പര്യം. അങ്ങനെ ഒരു സദ്യ വിളിച്ചു. ആ സദ്യ വിളിച്ചിട്ട് എന്തോ കറി ഇങ്ങോട്ട് എടുത്തേക്കാനോ അല്ലെങ്കിൽ പാത്രങ്ങൾ എടുത്തേക്കാനോ എന്തോ ഒരു ഹിദ്മത്ത് അംറുബിൻ കുൽസൂം ആരോട് ആവശ്യപ്പെട്ടു? ലൈലയോട് ആവശ്യപ്പെട്ടു. ലൈല എന്നുള്ളത് അംറുബിൻ കുൽസൂമിന്റെ ഉമ്മയാണ്. അപ്പൊ ലൈല മറുപടി പറഞ്ഞു, ആർക്കാണോ ആവശ്യമുള്ളത് ആ ആവശ്യമുള്ള ആള് ആ സാധനം എടുക്കട്ടെ, അല്ലാതെ ഞാൻ എടുത്തരില്ല എന്ന് പറഞ്ഞു. അപ്പോ ഉമ്മയായ ലൈലയെ ഇസ്തിഖ്ദാം ചെയ്യാൻ, ഇസ്തിഅബാദ് ചെയ്യാൻ അംറുബിൻ കുൽസൂം മുതിർന്നത് അംറുബിൻ ഹിന്ദ് മുതിർന്നത് ആർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല? അംറുബിൻ കുൽസൂമിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ അംറുബിൻ കുൽസൂം അവിടെ കൊന്നു. ഈ ചരിത്രപരമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വരികളൊക്കെ ആ മുഅല്ലഖയിൽ ഉണ്ട്. വളരെ വലിയ ഫാരിസായ ഷായർ ആരാണെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ അതിന് അൻത്രയാണ്. അതിൻ്റെ ശേഷം അംറുബിൻ കുൽസൂമാണ്. കാന റജുലൻ ഫാരിസൻ. അംറുബിൻ കുൽസൂമിനെ പറ്റി ചോദിച്ച അമ്രതായിരിക്കെ തൻ്റെ കബീലയെ നയിച്ച ഷായറാണ്. എങ്ങനെ ചോദ്യം വന്നത് അറിയാം? അമ്രദുൻ ഷായിറുൻ സാദ കബീലതഹു വഹു അമ്രദ്. ഈ മാനക്കാണ് ചോദ്യം വന്നത്. അത് അംറുബിൻ കുൽസൂമാണ്. ഉമ്മയുടെ പേര് ലൈല ബിന്തു മുഹൽഹൽ. 15ാമത്തെ വയസ്സിൽ തന്നെ ഫാരിസായ കവി ആരാണ്? കാന ഫാരിസൻ ഫിൽ ഖാമിസ അശർ മിൻ ഉംരിഹി. ജാഹിലിയ കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് ഹർബുൽ ബസൂസ്. ഈ ഹർബുൽ ബസൂസ് ഏകദേശം ഹർബുൻ ജാമത്ത് 40 സന. ഇതിലെ ഈ 40 വർഷം നീണ്ടു നിന്ന ഈ യുദ്ധത്തിൽ പ്രധാനമായിട്ടുള്ള ഒരു യോദ്ധാവാണ് അംറുബിൻ കുൽസൂം. അദ്ദേഹം പ്രതിനിധീകരിച്ചിരുന്നത് തഗ്ലബ് ഗോത്രത്തായിരുന്നു. മറ്റേ ഗോത്രത്തിന്റെ പേര് ബക്കർ എന്നാണ് മറ്റേ ഗോത്രത്തിന്റെ പേര്. അപ്പൊ ഹർബുൻ ജാമത്ത് 40 സന ബൈന ബക്കറിൻ വ തഗ്ലബ. അതിന്റെ മറുപടി ഹർബുൽ ബസൂസ് ആണ്. ആ യുദ്ധത്തിനെ പറ്റി കുറച്ച് പറയാനുണ്ട്, അതിന്റെ കാരണങ്ങളെ പറ്റിയിട്ടൊക്കെ അത് ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തിന്റെ മുഅല്ലഖ വാഫിർ ബഹറിലാണ്. ഇമ്രുൽ ഖൈസിന്റെ മുഅല്ലഖന്റെ ബഹർ പറയാൻ മറന്നുപോയി. തൊവീലാണ് ഇമ്രുൽ ഖൈസിന്റെ മുഅല്ലഖയുടെ ബഹർ കേട്ടോ, തൊവീലാണ്. ഖസീദ ലാമിയാണ്, ഫുള്ള് ലാമാണ് അവസാനം. നൂനിയാണ് ഇദ്ദേഹത്തിന്റെ അവസാനം നൂന് കൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ മുഅല്ലഖ അവസാനിക്കുന്നത്. പിന്നെ മഷ്ഹൂറായ ഒരു വരി ചോദിക്കാറുണ്ട്, ഇദാ ബലഗൽ ഫിതാമലന സബിയുൻ തഖിറു ലഹുൽ ജബാബിറു സാജിദീന. നമ്മളെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഫിത്താമെത്തിയാൽ മുലകുടി നിർത്തുന്ന പ്രായമെത്തിയാൽ വലിയ വലിയ ചക്രവർത്തിമാരൊക്കെ ആ കുട്ടിയുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നവരായ അവസ്ഥയിൽ മുഖം കുത്തി വീഴും. ഇങ്ങനെ
പാടിയ കവി ആരാണ്? ആ ബൈത്ത് ഇതാണ്: ഇദാ ബലഗൽ ഫിതാമലന സബിയുൻ തഖിറു ലഹു അൽ ജബാബിറു സാജിദീന. സാർ, ആ രണ്ടാമത്തെ വരിയുടെ അർത്ഥം പറയാവോ? തഖിറു ലഹുൽ ജവാബു സാജിദീന. തഖിറു എന്ന് പറഞ്ഞാൽ മുഖം കുത്തി വീഴാന്ന അർത്ഥം. ഖറ യഖിറു, തഖിറു. സാജിദീന എന്നുള്ളത് തഖിറു എന്നുള്ള ഫായിലിന് ഹാല്. അടുത്തത് അൻതറത്തു ബിനു ഷദ്ദാദ് ആണ്. 500 വർഷം നോക്കി, 525 തൊട്ട് 615 അവസാനിക്കുക. 525 ജനനം, 615 അവസാനിക്കുന്നത്. ഇദ്ദേഹം അൻതറത്തു ബിനു ഷദ്ദാദ് അബസ് ഗോത്രത്തിൽ ആണ് ജനിച്ചത് കേട്ടോ. വാപ്പ അബസി ആയിരുന്നു വാപ്പ. ജനിച്ചതും മരിച്ചതും ഇദ്ദേഹം നജിദിലാണ്. വക്കാന അസ്വദ, കഠിനമായ കറുപ്പ്. കാരണം ഉമ്മ ആഫ്രിക്കൻ വംശജ ആയതുകൊണ്ട് തന്നെ അൻതറ കഠിനമായ കറുപ്പ് ഉള്ള ആളായിരുന്നു. അളാപ്പൻ്റെ മകളെ സ്നേഹിക്കുകയും കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടാവുകയായിരുന്നു. പക്ഷെ കഠിനമായ കറുപ്പ് കാരണം കൊണ്ടിട്ട് അബുല അൻതറയെ ഒഴിവാക്കുകയും അങ്ങനെ പ്രേമ നൈരാശ്യത്താൽ ഒരുപാട് കവിത രചിക്കുകയും ചെയ്ത കവിയാണ് അൻതറ. അടിമസ്ത്രീ ഷദ്ദാദ് എന്ന അറബിക്ക് ഉണ്ടായിരുന്ന അടിമസ്ത്രീയാണ് സുബൈബ. സുബൈബയാണ് അൻതറയുടെ ഉമ്മ. ആഫ്രിക്കയിലെ ഹബഷയാണ് ഉമ്മയുടെ നാട്. ഇനി അൻതറത്തു ബിനു ഷദ്ദാദുമായി ബന്ധപ്പെട്ട ഒരു കൊട്ടേഷനാണ്: ഓടിക്കോ, നീ ഇന്ന് തൊട്ട് സ്വതന്ത്രനാണ് എന്ന അർത്ഥത്തിലേക്ക് കിർ വ അൻത ഖുർ എന്ന് പറയുന്നുണ്ട്. അതായത് ഇത് അബസ് ഗോത്രത്തിന്റെ ഒട്ടകങ്ങളും മറ്റു സംഗതികളൊക്കെ എടുത്തുകൊണ്ടിട്ട് വേറൊരു കബീല അബസ് ഗോത്രത്തെ ആക്രമിച്ചു. ആ സമയത്ത് ഈ ആക്രമിച്ച ഗോത്രത്തെ പിടിക്കാൻ വേണ്ടിക്കൊണ്ട് അൻതറയുടെ പിതാവ് ഷദ്ദാദ് പറയുന്ന സമയത്ത് അൻതറ പറയാണ്, ഞാൻ അടിമയാണ്, അടിമക്ക് ഇന്നമാന അബ്ദുൻ, ഞാൻ അടിമയാണ്, അടിമക്ക് പാല് കറക്കാനും മറ്റു സംഗതികൾ മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഷദ്ദാദ് പറയുകയാണ്, കിർ വ അൻത ഖുർറുൻ, ഓടിപ്പോടാ, നീ ഇന്ന് തൊട്ട് സ്വതന്ത്രനാണ് എന്ന്. പിന്നെ എക്സാമിൽ വന്ന ചോദ്യമാണ്, നമ്മളെ ഹർബുൽ ബസൂസ് പോലെ
മറ്റൊരു നിസ്സാര കാരണമായി കൊണ്ടുള്ള ഒരു യുദ്ധമാണ് ഹർബു ദാഹിസ് വൽ ഖൊബ്ര എന്ന് പറഞ്ഞ യുദ്ധം. ഹർബു ദാഹിസ് വൽ, 2 കുതിരകളുടെ പേരാണിത്. ഞാൻ അയ്യാമുൽ അറബ് ചോദ്യം വരും. അയ്യാമുൽ അറബ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറബി സാഹിത്യത്തിൽ ജാഹിലിയ കാലഘട്ടത്തിലെ പ്രധാന യുദ്ധങ്ങളാണ്. അതിനെപ്പറ്റി ഇൻഷാ അല്ലാ ഞാൻ സംസാരിക്കും ഇൻഷാ അല്ലാ. അപ്പോൾ ഹർബു ദാഹിസ് വൽ ഖൊബ്രയിലെ യോദ്ധാവ് ആരാണ് എന്നുള്ള ക്വസ്റ്റ്യൻ എക്സാമിന് വന്നിട്ടുണ്ട്. അതിൻ്റെ മറുപടി അൻസറത്ത് ബിൻ ഷദ്ദാദാണ്. അൻസറയുടെ ആഷിഖത്ത് ആരാണ് എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. അതിൻ്റെ മറുപടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അബ്ല ആണ്. ചിലയിടത്തൊക്കെ ഉബ്ല എന്ന് ലബ്താക്കി, അയിന് ലൊമ്മാക്കി ലബ്താക്കിയിട്ടും കണ്ടിട്ടുണ്ട്. പിന്നെ അറബി സാഹിത്യകാരന്മാരിൽ ഒരു ഐതിഹാസിക യോദ്ധാവ് ആരാണ് എന്നുള്ള ചോദ്യത്തിലേക്ക് ആ രൂപത്തിൽ ചോദ്യം വരാറുണ്ട്. അതിൻ്റെ മറുപടി അൻതറയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അൻതറ ഒരുപാട് യുദ്ധങ്ങളിൽ അബസ് ഗോത്രത്തെ നയിക്കുകയും വിജയം കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അൻതറയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അൻതറയുടെ ധീരതയുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ പറയപ്പെടാറുണ്ട്. അപ്പോൾ ബത്തലു ഉസ്തൂറ, ഒരു ഐതിഹാസിക പോരാളി, അതാരാണ് ഷുറാക്കളെ കൂട്ടത്തിൽ നിന്ന ചോദ്യത്തിന് അൻസറത്ത് ബിൻ ഷദ്ദാദാണ് അതിൻ്റെ മറുപടി. പിന്നെ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഇല്യാഡ് ആൻഡ് ഒഡീസ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, 1000-ലധികം കവിതകളുടെ ഇതിഹാസ കവിതയാണല്ലോ അത്. ഞാൻ ചെറുപ്പത്തിലുള്ള ഒരു ഓർമ്മ വെച്ച് പറയാണ്. അതേപോലെ അറബിയിലെ ഇല്യാഡ് ആരാണ് എന്നുള്ള ചോദ്യത്തിന് മറുപടി ആയിട്ട് വരാറുള്ളത് അൻതറയാണ്. അപ്പോൾ ഇല്യാദുൽ അറബ് ആരാണ് എന്നുള്ള ചോദ്യത്തിന് മറുപടി അൻതറയാണ് വരിക. മുഅല്ലക്ക അൻസറത്ത് ബിൻ ഷദ്ദാദിന്റെ മുഅല്ലക്ക കാമിൽ ബഹറിലാണ്. അവസാനിക്കുന്നത് മീമിലാണ്. അതുകൊണ്ട് മീമിയ ആണ്. എഴുപത്തി 9 ബൈത്തുകളാണുള്ളത്. അൻസറത്ത് ബിൻ ഷദ്ദാദിന്റെ ബൈത്ത് 79 ബൈത്താണുള്ളത്. സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? വേറൊന്നുമല്ല, ഈ ഇല്യഡ് അറബിക്കുന്ന് അദ്ദേഹത്തിനെ വിളിക്കാൻ കാരണം എന്താണ്? ഒരു ഇതിഹാസ സംഭവങ്ങളൊക്കെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കസീതകളും കവിതകളൊക്കെ. ഇപ്പൊ അൻസറത്ത് ബിൻ ഷദ്ദാദ് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമുണ്ട്, കെയ്റോയിൽ ദാറുൽ കുത്തുബിൽ മിസ്രി ഇറക്കിയ പുസ്തകമാണ്. 4 വാള്യമുണ്ട്. അൻതറയുടെ യോദ്ധ കഥകളാണ്. അപ്പോൾ ഇല്യാഡ് ആൻഡ് ഒഡീസ എന്ന് പറഞ്ഞാൽ അത് ഒരു യുദ്ധ ഇതിഹാസ കഥകളും ചരിത്രങ്ങളൊക്കെയാണത്. അതുപോലത്തെ കഥകളും മറ്റതൊക്കെ അൻതറയെ തൊട്ട് ഹിക്കായത്ത് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് അറബികളുടെ ഇല്യാഡ് എന്നുള്ള പേര് വന്നത്. ഓക്കെ, ഫഹീം ദാലിക് ആണ്. അപ്പോൾ കുച്ചില ചോദ്യം വന്നിട്ടുണ്ട്, അല്ലൈസുർ റഹീസ് എന്ന് പറഞ്ഞ ആളെ കൈകൾ കൊണ്ട് കൊല്ലപ്പെട്ട ആളാരാണ്? കൊന്ന ആളെ പേര് അല്ലൈസു. ഈ ചോദ്യം വരെ മുത്തനബിയെ പറ്റി ചോദിക്കാറുണ്ട്. ഫാത്തിഖുൽ അസദി കൈകൾ കൊണ്ട് കൊല്ലപ്പെട്ട ആളാരാണ്? അതിൻ്റെ മറുപടി മുത്തനബിയാണ്. അതേപോലെ തന്നെ അല്ലൈസുർ റഹീസ് എന്ന ആളെ കൊണ്ട് കൊല്ലപ്പെട്ട ആളാരാണ്? അത് അൻസറത്ത് ബിൻ ഷദ്ദാദാണ്. അൻസറയെ പറ്റിയുള്ള മറ്റൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇതാണ്, അത് അൻതറയുടെ ചരിത്രത്തിലുള്ള ഒരു സംഭവമാണ്. ശരിക്ക് യാഥാർത്ഥ്യത്തിൽ അൻതറ വലിയ ധീരനെ ഒന്നും അല്ലായിരുന്നല്ലോ. അൻതറ പറയുന്നത്, ഞാൻ ചെയ്യുന്നത് ഒരു യുദ്ധം ഉണ്ടാവുമ്പോൾ അൻതറ ചെയ്യുക എന്താണല്ലോ, ഏതെങ്കിലും പാവപ്പെട്ട സാധുക്കളായ, നമ്മളെ മലപ്പുറം ഭാഷ പറയുകയാണെങ്കിൽ കുറജീവനായ ആൾക്കാരുണ്ടാവും, അവരെ പോയിട്ട് വെട്ടും.
ഭയങ്കര പാവപ്പെട്ട ആളുകളെ യോദ്ധാക്കളെ വെട്ടുമ്പോൾ നല്ല വിട്ടുക. അപ്പോൾ അൻസർ പറയുന്നുണ്ട് ആ സംഭവം. അങ്ങനെ ഞാൻ ഈ സാധുക്കളായ ആളുകളെ വെട്ടുമ്പോൾ ഭയങ്കര വെട്ടുമ്പോൾ ധീരന്മാരായ ആളുകൾ എൻ്റെ വെട്ട് കണ്ട് പേടിക്കും. അല്ലാതെ എനിക്ക് ധീരന്മാരെ നേരെ പോയിട്ട് വലിയ വെട്ട് വെട്ടാൻ അങ്ങനെ ധൈര്യമുള്ള ആളൊന്നുമല്ല ഞാൻ എന്ന് ഒക്കെ അൻസർ പറയുന്നുണ്ട്. ഇനി അടുത്തത് ഇൻഷാ അല്ലാഹ് സുഹൈറുബ്നു അബി സൽമ എന്നാണ് പറയാറുള്ളത് എല്ലാവരും, പക്ഷെ അത് സുൽമ എന്നാണ് വായിക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ നമുക്ക് മഅറൂഫായ ഒരു പേര് എന്നുള്ളവർക്ക് ഇങ്ങനെ അടയാളപ്പെടുത്താതെ വായിക്കുമ്പോൾ എല്ലാവരും സൽമ എന്നാണ് വായിക്കാറുള്ളത്. പക്ഷെ സുൽമ എന്നാണ്, സുഹൈറുബ്നു അബി സുൽമ എന്നാണ്. 530 ജനനം, 627 മരണം. അദ്ദേഹത്തിന്റെ ഗോത്രം ഏതാണെന്നുള്ള ചോദ്യം എക്സാമിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ബനു ഗത്ഫാൻ ഗോത്രാണ്. ബനു ഗത്ഫ്, അതിന്റെ മുകളിൽ പുള്ളി ബനു ഗത്ഫാൻ ഗോത്രത്തിലാണ്. സുഹൈറുബ്നു അബി സുൽമ അൽ ഗത്ഫാനി, ബനു ഗത്ഫാൻ. ജനിച്ചതും മരിച്ചതും ഒക്കെ നജിദിലാണ്. വുലിദ ബിനജിദ് വമാത അയ്ളൻ ബിനജിദ. ഷാഇറുൽ ഹിക്മത്തി, ഏറ്റവും കൂടുതൽ യുക്തി കൊണ്ട് പ്രസിദ്ധമായ കവിയാണ് സുഹൈറുബ്നു അബി സുൽമ. ഷാഇറുൽ ഹിക്മ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഖസായിദുകൾ അൽ ഹൗലിയാത്ത് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അൽ ഹൗലിയാത്ത്. എന്തുകൊണ്ട് ഹൗൽ എന്ന് പറഞ്ഞ വർഷമാണല്ലോ, അങ്ങനെ പേര് വരാൻ കാരണം അദ്ദേഹം ഒരു ഖസീദ രചിക്കുകയാണെങ്കിൽ 4 മാസം അദ്ദേഹം രചിക്കും, പിന്നെ 4 മാസം അദ്ദേഹം എഡിറ്റ് ചെയ്യും. അങ്ങനെ മൊത്തത്തിൽ ഒരു കവിത ഇങ്ങോട്ട് പൂർത്തിയായിട്ട് ഇറങ്ങണമെങ്കിൽ 1 വർഷത്തോളം പിടിക്കും. അത്രക്കും തൻഖീഹും തഹ്ദീബും തഹരീറൊക്കെ ചെയ്തിട്ടായിരിക്കും അദ്ദേഹം ഒരു ഖസീദ ഇതാക്കുക. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഖസായിദുകൾ അൽ ഹൗലിയാത്ത് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. മാത്രമല്ല അറബി നിരൂപകനായ അസ്മഈ ഇദ്ദേഹത്തെ വിളിക്കുന്നത് അബീദു ഷിർ എന്നാണ്. കവിതയുടെ അടിമ. കവിതയുടെ അടിമ എന്ന് പറഞ്ഞാൽ കവിതയെ അത്രക്കും സ്നേഹിക്കുകയും കവിത അയാളുടെ ഒരു വീക്ക്നെസ് ആണെന്ന് പറയുമല്ലോ, അതെ, അങ്ങനെ കവിതയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ജീവിച്ച ആളായതുകൊണ്ട് അസ്മഈ അബീദു ഷിർ എന്നാണ് ഇദ്ദേഹത്തെ പറ്റി പറയാറുള്ളത്. അത് ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ മറ്റൊരു ചോദ്യം, ഹിജ്റയുടെ 11 വർഷം മുമ്പ് മരിക്കപ്പെട്ട കവി ആരാണ്? അഷായിർ അല്ലദി തൂഫിയ ഖബ്ലൽ ഹിജ്റതി ബി 11 സന. രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു. ആദ്യം ലൈലയെ കല്യാണം കഴിച്ചു. തസവ്വജ ലൈലയെ കല്യാണം കഴിച്ചു. ലൈല അറിയപ്പെട്ടത് ഒരു കുനിയത്തിന്റെ പേരിലാണ്. ആ കുനിയത്ത് ഉമ്മു ഔഫയെ ആദ്യം കല്യാണം കഴിച്ചു.
പിന്നെ കബ്ഷയെ കല്യാണം കഴിച്ചു. കബ്ഷ ഹർബ് ദാഹിസ് ഗൊബ്ര യുദ്ധത്തിൽ അബസ് ഗോത്രത്തിൻ്റെയും റുബിയാൻ ഗോത്രത്തിൻ്റെ ഇടയിലും മസ്ലഹത്തിന് വേണ്ടി ശ്രമിച്ച കവി ആരാണ് എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. അഷായർ അല്ലദി ഹാവല സുൽഹ ബൈന അബസിൻ വ റുബിയാനിൻ ഫി ഹർബി ദാഹിസ് യുദ്ധത്തിൽ. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിനക്ക്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജാഹിലിയ കവി നമ്മളെ സുഹൈർ ബിൻ അബി സുൽമ ആയിരുന്നു. മാത്രല്ല സുഹൈർ ബിൻ അബി സുൽമക്ക് കുറേ ആളുകൾ കവിതയൊക്കെ പറയുന്ന സമയത്ത് കുറേ ഗിഫ്റ്റൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ ആ ഗിഫ്റ്റൊക്കെ കൊടുത്ത ആളുകളെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ട സമയത്ത് പറഞ്ഞു, നിങ്ങൾ അവർക്ക് കൊടുത്ത ഒട്ടകങ്ങളും ഭക്ഷണങ്ങളും പൈസയോ അതൊക്കെ പോയി. അവർ സുഹൈർ ബിൻ അബി സുൽമ നിങ്ങളെ പറ്റി പാടിയ കവിതകൾ അത് എന്നെന്നും അവശേഷിക്കുകയും ചെയ്തു. റഹബ മാ ആചൈതുമൂഹു വഖദ് ബഖിയ മാ ആചാഹു ലക്കും. ഈ ഒരു മൈനക്കുള്ള ഒരു വാക്ക് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. തുടക്കം ഇങ്ങനെയാണ്, ദഹബ മാ ആചൈതുമൂഹു എന്നാണ്. പ്രധാനമായും രണ്ടാളുകളെ മദ്ഹ് പറഞ്ഞിട്ടുണ്ട് സുഹൈർ ബിൻ അബി സുൽമ. ആ രണ്ടാളുകളും അബസ് ദുബിയാൻ ഗോത്രങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഹർബു ദാഹിസ് വൽ ഗൊബ്ര യുദ്ധത്തിൽ അബസ് ദുബിയാൻ ഗോത്രത്തിൻ്റെ ഇടയിൽ മസ്ലഹത്തിന് വേണ്ടി ശ്രമിച്ച രണ്ട് പ്രമുഖ കാരണവന്മാരുണ്ട്. ആ കാരണവന്മാരുടെ പേര് ഹാരിസ് ബിൻ ഔഫ് ആണ് ഒന്ന്, മറ്റേ ആളുടെ പേര് ഹറമു ബിനു സിനാനാണ്. ഈ രണ്ടാളുകളെയും മദ്ഹ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ എഴുതുക, മദഹ ഹാരിസ ബിൻ ഔഫിൻ വ ഹറമ ബിൻ സിനാനിൻ. ഇതിന് പ്രതിഫലമായിക്കൊണ്ട് ഹറമ ബിൻ സിനാൻ. ഇദ്ദേഹത്തിൻ്റെ മുഅല്ലഖ തൊവീൽ ബഹറിലാണ്, മീമിയാണ്. സാഹിബു ഹൗലിയാത്ത് ആരാണെന്ന് ചോദിച്ചാൽ സുഹൈർ ബിൻ അബി സുൽമയാണ്. ഇദ്ദേഹത്തിൻ്റെ സഹോദരിയാണ് ഖൻസ, അതുപോലെ സുൽമ. ഖൻസ മഷ്ഹൂറായ ആളാണ്, മഷ്ഹൂറായ ഷായിറത്താണ്. മൂക്കിന് ഭംഗിയുള്ളവൾ എന്നാണ് ഖൻസ എന്ന പദത്തിൻ്റെ അർത്ഥം. ഖൻസ നമ്മുടെ സിലബസിൽപ്പെട്ട കവിയത്രിയാണ്. മുഖദ്രമീങ്ങളാണ്. മുഖദ്രമീങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക കാലഘട്ടത്തിലും ജീവിച്ചിട്ടുണ്ട്, ജാഹിലിയ കാലഘട്ടത്തിലും ജീവിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ആ പേര് വന്നത്. സുഹൈർ ബിൻ അബി സുൽമയുടെ മക്കളാണ് കഅബ് ബിൻ സുഹൈറും ബുജൈറും. ബാനസുആദ് എന്ന കസീദ രചിച്ചത് ഈ സ്വഹാബിയാണ്, കഅബ് റളിയല്ലാഹു അൻഹു ആണ്. ബുജൈർ ആദ്യം ഇസ്ലാം സ്വീകരിച്ചു, പിന്നെ ഇസ്ലാം സ്വീകരിച്ചത് കഅബാണ്. ബാനസുആദു ഫഖൽബിൽ യൗമ മച്ബൂലുൻ മുസയ്യമുൻ ഇസ്റഹ ലം യുഫദ മഖ്ബൂലുൻ എന്ന് പറഞ്ഞൊരു കഥ.
സാർ ആ ഒരു ഇയർ ഒന്ന് ഓർമ്മ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരാമോ സാർ? ബുജൈർ ഇസ്ലാം മതം സ്വീകരിച്ചത് ഹിജ്റ എത്രാം വർഷത്തിലായിരുന്നു? അത് കറക്റ്റ് ഓർമ്മല്ല. അപ്പോൾ ഒരു കൊട്ടേഷൻ ചോദിക്കാറുണ്ട്. കാന സുഹൈർ അച്ലഖ അല കിബാരി ഖസായിദിഹി. സുഹൈർ തൻ്റെ ഖസീദകൾക്ക് ഹൗലിയാത്ത് എന്ന് പറയാറുണ്ട് എന്ന് പറഞ്ഞു. ഇത് ആരാണ് പറഞ്ഞത്? അത് പറഞ്ഞത് ജാഹിലാണ്. കാല ജാഹിലാണ് അത് പറഞ്ഞത്. കാന സുഹൈർ അച്ലഖ അല കിബാരി ഖസായിദിഹി അൽ ഹൗലിയാത്ത്. ഇത് ആരാണ് പറഞ്ഞത്? ജാഹിലാണ് പറഞ്ഞത്. പിന്നെ ചോദ്യം വന്നിട്ടുണ്ട്. ഞാൻ ഇമ്രുൽ ഖൈസിനെ പറ്റിയിട്ട് അഷ്അറു ശുഅറായി ഇദാ റക്കിബാണ്. അതുപോലെ തന്നെ സുഹൈർ ബിൻ അബി സുൽമയെ പറ്റി ചോദ്യം വന്നിട്ടുണ്ട്. അഷ്ഹറു ശുഅറായി ഇദാ റഗിബ. അതായത് സാമ്പത്തികമായ നേട്ടങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ താല്പര്യങ്ങളൊക്കെ വേണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും കിട്ടണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ മധുഹൊക്കെ പറഞ്ഞിട്ട് ക്യാഷൊക്കെ വാങ്ങാൻ കഴിയുന്ന ഏറ്റവും നല്ല കവി ആരാണെന്നുള്ള മറുപടി ആരാണ്? സുഹൈർ ബിൻ അബി സുൽമാൻ. അഷ്ഹറു ശുഅറായി ഇദാ റഗിബ. ഉമർ റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തെ ഷായിറു ശുഅറ എന്നുള്ള പേരിലാണ് പറഞ്ഞത്, വിശേഷിപ്പിച്ചത്. വസഫ ഉമർ റളിയല്ലാഹു അൻഹു ബിഅന്നഹു ഷായിറു ശുഅറ എന്നുള്ള പേരിൽ അറിയപ്പെട്ടത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഷാഫി സാമ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്തിട്ട് ഇന്ന് ബാക്കിയുള്ള ജാഹിലിയ കാലഘട്ടത്തിലെ കുറച്ചും കൂടി ജാഹിലിയ കാലഘട്ടത്തിലെ ഷോറാക്കളൊക്കെ ഇന്ന് കവർ ചെയ്തു. ബാക്കിയുണ്ട്. ജാഹിലിയ കാലഘട്ടത്തിലും ഇസ്ലാമിക് പീരീഡും കൂട്ടിയിട്ട് നാളെ കുറച്ചും കൂടി സ്പീഡിൽ എടുക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താ അഭിപ്രായം ഷാഫി സാർ? അൽഹംദുലില്ലാഹ് സാറ് നമ്മൾ വളരെ ഭംഗിയായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് എനിക്ക് തോന്നുന്നൊരു കാര്യം, ഇന്ന് ഒരുപാട് ഇൻഫർമേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് അത് ബേസ് ചെയ്തിട്ട് 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കും. നാളെ ക്ലാസ് തുടങ്ങുന്ന മുമ്പോ എപ്പോഴെങ്കിലും ഒരു ടൈമിൽ കണ്ട് ചോദിക്കും. അത് ബേസ് ചെയ്തിട്ട് നമ്മൾ മാർക്ക് സ്കോർ നോക്കാമല്ലോ. കാരണം നിങ്ങൾ ഇന്ന് ശ്രദ്ധിച്ച കാര്യങ്ങൾ നാളെ ചോദിക്കുമ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അങ്ങനെ ചെയ്തൂടെ നമുക്ക്? പിന്നെ അപ്പൊ നാളെ ഇതിന്റെ ബാക്കി സൂചിപ്പിച്ചതുപോലെ പിന്നെ ഇസ്ലാമിക് പീരീഡിലുള്ള ഒരുപാട് പരിചയപ്പെടാനും മുഹറമിയും പരിചയപ്പെടാനുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ വളരെ ബ്രീഫായിട്ട് തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫുള്ള് കാര്യങ്ങൾ പോയിന്റ് ആണ്. പരീക്ഷയിൽ പൊതുവെ ചോദിക്കുന്നതാണ് അവതരിപ്പിച്ചല്ലോ. അപ്പൊ ഇൻഷാ അല്ലാഹ് മാക്സിമം ഇതിന് വളരെ ഈസിയാന്ന് വെച്ചാൽ ഇപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും പരിചയപ്പെട്ട് വായിച്ച ഭാഗങ്ങളാണ്. അത് വളരെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ കുറച്ചും ടഫായി മാറും. അപ്പൊ നമ്മൾ നാളെ സംസാരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലെ? നമ്മള് ഇസ്ലാമിക് പീരീഡിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ ഇസ്ലാമിക് പീരീഡും പിന്നെ ജാഹിലിയ കാലഘട്ടത്തിൽ ബാക്കിയുള്ള ഹുത്തബാക്കളൊക്കെ നമ്മൾ ഡീൽ ചെയ്തിട്ടില്ല. അപ്പൊ അതും ആ വിഷയം ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കി വന്നു കഴിഞ്ഞാൽ പറയുമ്പോൾ എന്താണ് പറയുന്നത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അത്തരം കാര്യത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ സുഹൃത്തുക്കൾ നിർത്തി ഗ്രൂപ്പ് ഉണ്ടാക്കും. അപ്പൊ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിനാണ് ചോദിക്കാം. സാർ പറഞ്ഞ എന്താണ്, അല്ലെങ്കിൽ സാർ പ്രസന്റ് ചെയ്ത കാര്യം എന്താണ് എന്നോട് ചോദിക്കാം. ഓപ്പൺ ആയിട്ട് നമുക്ക് ഡിസ്കഷൻ നടത്താൻ പറ്റും. പിന്നെ ബാക്കിയുള്ള ഡാറ്റകളൊക്കെ നമുക്ക് അതിലൂടെ സെൻഡ് ചെയ്ത് തരും കേട്ടോ. അങ്ങനെ ചെയ്താൽ പറ്റും. എന്തെങ്കിലും കമന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയറുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ എല്ലാവരും സന്തുഷ്ടരാണ്. അൽഹംദുലില്ലാഹ് വളരെ ഹാപ്പി ആയിട്ടാണ്. നമ്മളൊരു മണിക്കൂർ ആയതുകൊണ്ട് പോകുന്നവരുണ്ട്, വീട്ടിൽ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇനി 1 മണിക്കൂർ എന്നെല്ലാം ഫിക്സ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല, കുറച്ച് ലാസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി അൽഹംദുലില്ലാഹ് ഈ സമയം വളരെ പുണ്യമായിരുന്നു. അപ്പൊ നമ്മള് പ്രത്യേകം നന്ദി രേഖപ്പെടുത്താൻ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്താൻ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ സമയത്തിന് തുടങ്ങല്ലേ? സമയം ഇന്ന് തുടങ്ങിയപ്പോൾ തുടങ്ങാമല്ലോ. തുടങ്ങാം. മാഫി മുഷ്കിൽ. അപ്പൊ 2:40 ഏകദേശം നമ്മൾ തുടങ്ങിയത്. ആ സമയത്തിന് നമുക്ക് തുടങ്ങാം ഇവിടുത്തെ.
ഓക്കെ ഓക്കെ ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ. ഓക്കെ ശുക്രൻ ലക്കും. അസ്സലാമു അല്ലാഹു മിന്നാ അലൈക്കും. ആമീൻ ആമീൻ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.